ഓരോ ഫോളൌട്ടിലും 100 കണക്കിന് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഉണ്ടാകും. എത്രത്തോളം ഫോളൌട്ട് ഗ്രൗണ്ടിൽ വീഴുന്നോ അത്രയുമായിരിക്കും അതിന്റെ എഫക്ട്സ്. മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ ഈ ഫോളൌട്ടിൽ ബാധിക്കപ്പെടാം. അതുകൂടാതെ ഫോളൌട്ട് വീണ് കണ്ടാമിനേറ്റഡ് ആയ വെള്ളം, ഭക്ഷണ വസ്തുക്കൾ ഒക്കെ ഉണ്ടാവും. അത് ഭക്ഷിക്കുന്നതിലൂടെയും ആരോഗ്യത്തിനെ ബാധിക്കും. ശരീരത്തിലെത്തിയാൽ കോശങ്ങളുടെ രൂപം മാറ്റാൻ ഈ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾക്ക് സാധിക്കും. അതുകൊണ്ടായിരുന്നു ഇതിൽ ബാധിതരായവർക്ക് പലതരം ക്യാൻസർ, സ്ത്രീകളിൽ മിസ്കാരേജസ്, ശിശുമരണം, കുട്ടികളിലെ ശരീരവും ബുദ്ധിവളർച്ചയും കുറവ് ഒക്കെ ഉണ്ടായത്. ആകാശത്ത് വെച്ച് പൊട്ടിയതുകൊണ്ടും അളവ് കുറവായതും റിമൂവൽ ആക്ടിവിറ്റീസ് നടന്നതുകൊണ്ടും ഹിരോഷിമ, നാഗസാക്കി നഗരങ്ങൾ ഇപ്പോൾ ഹാബിറ്റബിൾ ആയി. പക്ഷേ ഈ ഫോളൌട്ടിന്റെ എഫക്ട് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് ചെർണോബിലിൽ നിന്നാണ്. ബിക്കോസ് സീഷ്യം പോലെ ഒരുപാട് വർഷങ്ങൾ 30 വർഷത്തോളം അന്തരീക്ഷത്തിൽ നിൽക്കാൻ ശേഷിയുള്ള എലമെന്റുകളാണ് അവിടെ വലിയ അളവിൽ റിലീസായത്. സോ ഇവയുടെ ഐസോടോപ്പുകൾ തന്നെ അവിടെ ഇപ്പോഴും ഗ്രൗണ്ടിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. സോ ഡെഫിനറ്റ്ലി വി ഡോണ്ട് നീഡ് അനദർ വൺ.